നമസ്കാരം. ജീവനം ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ടും ഭക്ഷണം കഴിച്ച ശേഷവും വയറ്റിൽ ഗ്യാസ് ഉരുണ്ട് നടക്കുക, ഭക്ഷണം പുളിച്ചു തകട്ടുക, ദഹിക്കാതെ വരിക, ശോധനക്കുറവ് അതുമൂലം ഉണ്ടാവുക, ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു വളരെ ലളിതമായ ഒരു മരുന്ന്, ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മരുന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ അത് വീട്ടിൽ ഉണ്ടാക്കി വെക്കാനുള്ള ഒരു ശ്രദ്ധ ചെയ്താൽ വളരെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്കിതിൽ നിന്ന് മോചനം കിട്ടും. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക് പോലും ഇത് പ്രധാനമായും നൽകാറുണ്ട്. കാരണം ദഹന വ്യവസ്ഥയുടെ തകരാറുകൾ പരിഹരിച്ച ശേഷം മാത്രമേ ഏത് രോഗത്തിനായാലും നമ്മൾ മരുന്നുകൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. നമുക്ക് നേരിട്ട് ഈ മരുന്നിൻ്റെ പ്രയോഗത്തിലേക്ക്, ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കടക്കാം. ഉരമരുന്ന് എന്ന പേരിൽ പ്രസിദ്ധമായ പൗരാണികമായിട്ടുള്ള ഒരു പ്രയോഗമാണിത്. സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും ഇതിൻ്റെ വിവിധ വെർഷനുകളുണ്ട്. എന്നാൽ വളരെ ഗുണപ്രദമായിട്ട് ഞാൻ ക്യാൻസർ രോഗികൾക്കും മറ്റും സജസ്റ്റ് ചെയ്യാറുള്ള ഒരു യോഗമാണ് ഇവിടെ പറയുന്നത്. ഉരമരുന്ന് ഉണ്ടാക്കേണ്ട വിധം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. സർവ്വരോഗ സംഹാരി ഗുളിക എന്നാണ് ഇതറിയപ്പെടുന്നത്. പണ്ടെല്ലാം ഏത് വൈദ്യൻ്റെ പോക്കറ്റിലും ഇതുണ്ടാവുമായിരുന്നു. ഇതുണ്ടാക്കേണ്ട വിധം: അയമോദകം, വയമ്പ്, ജാതിക്കത്തോട്, മാശിക്ക, മായാക്ക് എന്ന് പറയും, കടുക് രോഹിണി, ചുക്ക്, മുളക്, തിപ്പലി, വരട്ടുമഞ്ഞൾ, ഇവ 100 ഗ്രാം വീതം എടുക്കുക. വെയിലിൽ വെച്ച് മീതെ ഒരു വെള്ള തുണിയിട്ടിട്ട് ഇവ ഉണക്കിയെടുക്കണം. കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കണം. എന്നിട്ട് പൊടിച്ചെടുക്കുക. പനിക്കൂർക്ക, പൂവാങ്കുറുന്നില, മുത്തിൽ, കഞ്ഞുണ്ണി, ഇവ സമൂലം ഓരോ പിടി എന്ന് പറയുമ്പോൾ 2 കൈ കൊണ്ടും എടുക്കാവുന്ന പിടിയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വലിയ പിടി എന്നും പറയും. ഇതെല്ലാം നന്നായി കഴുകി ചുടുവെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് വെള്ളം വാർന്ന ശേഷം ഇടിച്ചു പിഴിയുക. എന്നിട്ട് നീരും പൊടിയും എല്ലാം കൂടി കുഴച്ചിട്ട് 25 ഗ്രാം വീതം എടുക്കുക. വെളുത്തുള്ളി, ഇന്ദുപ്പ്, പാൽക്കായം ഇവ കൂടി ചേർത്ത്, അത് ഓരോ പൊടിക്കും അരയ്ക്കുമ്പോൾ 3 ചുള വെളുത്തുള്ളി, അത് അത്രയും അളവ് കായം, അത്രയും അളവ് ഇന്ദുപ്പ്, ഇത് ചേർത്താണ് അരയ്ക്കേണ്ടത്. 7 തവണ അരയ്ക്കണം. അരവിലാണ് ഇതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. എന്നിട്ടത് ഉരുട്ടിയിട്ട് തണലിൽ ഉണക്കിയിട്ട്, നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഉരുട്ടാം. ഉരുട്ടി തണലിൽ ഉണക്കുക. തണലിൽ ഉണക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ ഈ ഗുളികകൾ ഇട്ടിട്ട് അതിന് മേതെ ഒരു വെള്ളത്തുണി വിരിച്ച് വെയിലത്ത് വയ്ക്കുക. അതിനെയാണ് ഇവിടെ തണലിൽ ഉണക്കുക. വെയിൽ നേരിട്ട് കൊള്ളരുത് എന്നർത്ഥം. ഇത് ഏത് തരം വയറിൻ്റെ പ്രശ്നങ്ങൾക്കും വളരെ ഉപകാരപ്രദമാണ്. കായം ചേർക്കാതെയും ഇത് ഉണ്ടാക്കാറുണ്ട്. ഈ ഔഷധപ്രയോഗം എല്ലാവരും ഒന്ന് എഴുതിയെടുത്ത് അതിന് ഒന്ന് വീട്ടിലുണ്ടാക്കി സൂക്ഷിക്കുക. ചില കമ്പനികളൊക്കെ ഈ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ യോഗം ഇതാവണമെന്നില്ല. അതുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തേക്ക് ഈ അറിവ് ഷെയർ ചെയ്തുകൊണ്ട് വിടാം.